പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി പ്രാർത്ഥനയ്ക്കെത്തിയവർക്കും വഴിയാത്രക്കാർക്കും ദാഹജലം വിതരണം ചെയ്ത് മാതൃകയാവുകയാണ് പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ്. പള്ളിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ചയൊരുക്കിയ ഈ തണ്ണീർപന്തൽ നിരവധി പേർക്ക് ആശ്വാസമായി. മനുഷ്യർക്ക് കൂടാതെ പക്ഷി മൃഗാദികൾക്കും ദാഹജലം നൽകുന്നതിൽ ഇവർ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിലെത്തിയവർക്കും കാൽനട യാത്രക്കാർക്കും ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ തണ്ണീർപന്തൽ ഒരുക്കി ദാഹജലം നൽകുകയാണ് പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദിലെ ഭാരവാഹികൾ. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ഏറ്റവുമധികം വിശ്വാസികൾ എത്തിച്ചേരുന്ന പള്ളികളിൽ ഒന്നാണ് പെരുമ്പാവൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ജുമാ മസ്ജിദ്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ധാരാളം ആളുകൾ ഈ പള്ളിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിയിലെത്തിയവർക്കും പള്ളിക്ക് മുന്നിലൂടെ കടന്നുപോയവർക്കും നറുനീണ്ടി പാനീയം വിതരണം ചെയ്തത്. കടുത്ത ഉഷ്ണത്തിനിടെ ലഭിച്ച ഈ ശീതളപാനീയം ഏവർക്കും ഒരു ആശ്വാസവുമായി. മനുഷ്യർക്ക് കൂടാതെ പക്ഷിമൃഗാദികൾക്കും ഈ പള്ളിയുടെ നേതൃത്വത്തിൽ ദാഹജലം നൽകി വരുന്നുണ്ട് എന്ന് പ്രസിഡന്റ് TM സക്കീർ ഹുസൈൻ, ജനറൽ സെക്രട്ടറി MM റസാഖ് തുടങ്ങിയവർ പറഞ്ഞു. ഇവിടെ വരുന്നവർക്ക് മുഴുവൻ ഇതിന്റെ പരിപാലന സമിതി ഇവിടെ എല്ലാവർക്കും നടന്നിന്റെ ജുമാ ദിവസം ആയതുകൊണ്ട് കൊടുത്തുകൊണ്ട്, കാരണം ഇവിടെ പ്രത്യേകിച്ച് ഈ ചുറ്റുപാടുള്ള ചുമട്ട് തൊഴിലാളികളാണെങ്കിലും കട നടത്തുന്നവരാണെങ്കിലും യാത്രക്കാരും ഒക്കെ പെട്ടെന്നാണ് കയറി വരിക. ചിലപ്പോൾ സമയമായതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പൊ തളർച്ചയുണ്ടാവാനും കൊഴിഞ്ഞു വീഴാനും ഒക്കെയുള്ള ഒരു സാഹചര്യം കൂടുതലായതുകൊണ്ട് ആണ് ഞങ്ങൾ ഈ പാനീയം നടന്നണ്ടി സർവത്ത് കൊടുത്തുകൊണ്ട് ഒരു മാതൃകയാവണം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർ നടത്തേണ്ടതാണെന്നുള്ളൊരു സന്ദേശം കൂടി നൽകപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. നയാഗ്ര വെള്ളച്ചാട്ടം കൊച്ചിയുടെ മണ്ണിലെത്തിയിരിക്കുന്നു. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ വിസ്മയ എക്സ്പോയിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെയും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ ദ സറിയൽ വെള്ളച്ചാട്ടത്തിന്റെയും അവിസ്മരണീയ അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം 4 മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം.